നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ CBI സംഘം കേരളത്തിലേക്ക് തിരിക്കുന്നു. 5 അംഗ സംഘമാണ് സംസ്ഥാനത്തേക്ക് എത്തുക. മാതൃകാ ചോദ്യപേപ്പർ ലഭിച്ച വിദ്യാർത്ഥികളിൽ മലയാളികളുമുണ്ടെന്ന വിവരമുണ്ട്. കൊല്ലത്തും കണ്ണൂരും മാതൃകാ ചോദ്യപേപ്പറുകൾ എത്തിയെന്നാണ് സൂചന. ചോദ്യപേപ്പർ ലഭിച്ചുവെന്ന് രാജസ്ഥാൻ പോലീസ് കണ്ടെത്തിയ 200 വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ CBIക്ക് കൈമാറിയിരിക്കുന്നു. YS അഭിനന്ദ് വിവരങ്ങളുമായി. അഭിനന്ദ്, നേരത്തെ തന്നെ കേരളത്തിലേക്കും അന്വേഷണം എത്തുന്നു എന്നുള്ള സൂചനകളുണ്ടായിരുന്നു. CBI സംഘം കേരളത്തിലേക്ക് പുറപ്പെടുകയാണോ? എവിടം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം? സ്മൃതി, നിലവിൽ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് കൊല്ലത്തും കണ്ണൂരും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് CBIയുടെ തീരുമാനം. ആദ്യഘട്ടത്തിൽ തന്നെ രാജസ്ഥാനിൽ നിന്നുള്ള MBBS വിദ്യാർത്ഥിയായ കേരളത്തിൽ പഠിക്കുന്ന ആ കുട്ടി പലയിടങ്ങളിലായിട്ട് ഇത്തരത്തിലേക്ക് മാതൃകാ ചോദ്യപേപ്പറുകൾ ഊഹ ചോദ്യപേപ്പർ എന്ന പേരിൽ നൽകിയെന്നായിരുന്നു പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തൽ. ആ വിവരം NTA കൈമാറുന്നു. NTA അത് CBIയും അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേരളത്തിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള തീരുമാനം. കേരളത്തിലെ വിദ്യാർത്ഥികളും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യപേപ്പറുകൾ സ്വീകരിക്കുകയും ആ ചോദ്യപേപ്പറുകൾ കണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷ എഴുതി എന്നടക്കമുള്ള പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തൽ ഇപ്പോൾ CBI നടത്തിയിട്ടുണ്ട്. രാജസ്ഥാനിലാണ് ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ പരീക്ഷാ ചോദ്യപേപ്പറുകൾ വിതരണം ചെയ്യുന്നത്. സാധാരണയായിട്ട് 2024 ചോദ്യപേപ്പർ വിതരണം ചെയ്യുന്ന സമയത്തായിരുന്നു ചോർന്നതെങ്കിൽ ഇത്തവണ അത് പ്രിന്റിംഗ് നടക്കുന്ന സമയത്ത് തന്നെ നാസിക്കിലെ ഒരു പ്രിന്റിംഗ് പ്രസ്സിലാണ് ചോദ്യപേപ്പർ അച്ചടിച്ചത്. അവിടെ നിന്നും ഈ ശുഭം ഖൈർ എന്ന് പറയുന്ന നാസിക്കിലെ MBBS വിദ്യാർത്ഥി അത് കൈമാറുന്നത് ഹരിയാനയിൽ ഒരാൾക്കാണ്. പിന്നീട് ഈ ഹരിയാനയിൽ വെച്ചിട്ടായിരുന്നു ഇതിനകത്ത് എല്ലാ തരത്തിലുള്ള ഗൂഢാലോചനയും ഇവർ നടത്തിയത്. മനീഷ് യാദവാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളത്. ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും കേരളത്തിലും അടക്കം ഏതാണ്ട് 200 വിദ്യാർത്ഥികൾക്ക് ടെലഗ്രാമിലൂടെയും വാട്സപ്പിലൂടെയും ഒപ്പം തന്നെ കൈയെഴുത്തായിട്ട് കത്തയച്ചുമൊക്കെ കൈമാറിയതായിട്ടാണ് ഇപ്പോൾ കണ്ടെത്തൽ. അത് കേരളത്തിലേക്കും അന്വേഷണം വ്യാപിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.